പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:63 യേശു പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്നത്. ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ശരീരത്തിന് ഔഷധമായും ആത്മാവിന് നിത്യജീവൻ പകരുന്നതുമാണ്. നാം വചനം കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും എളിമയോടും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടും കൂടെ ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിക്കണം. ആരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്? യെശയ്യാ 66:2 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. യോഹന്നാൻ 17:17 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അത് നമ്മെ വിശുദ്ധീകരിക്കും. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. സത്യത്താൽ അവരെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. യോഹന്നാൻ 6:68 ശിമയോൻ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നാം നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രോഗങ്ങളായും മരണങ്ങളായും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായും നാം വിവിധ തലത്തിൽ പ്രതിസന്ധികളെ നേരിടുകയാണ്. നമുക്ക് എവിടെ നിന്ന് ആശ്വാസം കിട്ടും എന്ന ചിന്തയിൽ നാം പരക്കം പായുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം, എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം മറുപടി തരുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനങ്ങളിൽ, ബൈബിളിലുണ്ട്. അത് നാം കണ്ടെത്തി വായിച്ച് ആശ്വാസം നേടുകയാണ് വേണ്ടത്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ആഴത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഹൃദയത്തിൽ നിറയും. നമുക്ക് അറിവും സമാധാനവും സന്തോഷവും ശക്തിയും ആത്മവിശ്വാസവും എല്ലാം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നാം ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എളിമയുള്ള മനസ്സോടെ അവ സ്വീകരിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയുള്ളൂ. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതാണ് 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. അത് ഓരോ പ്രഭാതത്തിലും പുതുമ നിറഞ്ഞതാണ്. സങ്കീർത്തനം 27:10 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും എന്ന്. ഈ ലോകത്തിൽ അപ്പനും അമ്മയും നമ്മെ ഉപേക്ഷിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ പോലും കർത്താവ് നമ്മെ കൈവിടുകയില്ല എന്നാണ് തിരുവചനം പറയുന്നത്. ആരെല്ലാം ഉപേക്ഷിച്ചാലും എന്നെന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന, ദുഃഖത്തിലും സുഖത്തിലും സന്തോഷത്തിലും എല്ലാം നമ്മെ താങ്ങി നിർത്തുന്ന നമ്മുടെ കൂടെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പലർക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് എന്താണ്? ദൈവത്തിൽ നിന്നും ദൈവവചനങ്ങളിൽ നിന്നും നാം അകന്നു പോകുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. സങ്കീർത്തനം 119:11 സങ്കീർത്തനം പറയുന്നുണ്ട്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും, വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നാം
ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മോടും അടുത്ത് നിൽക്കുന്നത്. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ച് ഹൃദയത്തിൽ വചനം നിറച്ചാൽ നമുക്ക് യാതൊരു തെറ്റും ജീവിതത്തിൽ പറ്റുകയില്ല. കാരണം തെറ്റുകൾ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്? യേശു തന്നെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കി വചനം ഹൃദയത്തിൽ നിറച്ചാൽ നമുക്ക് തെറ്റുകൾ പറ്റാതെ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.